പുഴയിൽ മാലാൻ മീനിനെ വളരെ ഈസിയായി കുപ്പിയിലാക്കി പിടിക്കുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു. കുറച്ചു ദിവസം മീൻ വാങ്ങണ്ട. പുഴയിൽ നിന്ന് മീൻ പിടിച്ച് കറിവെക്കാം. അതിൻ്റെ മുന്നൊരുക്കം എന്നോണം കുപ്പിക്ക് ഓട്ടയിടുകയാണ്. ലക്ഷ്മിക്കുട്ടിയുടെ അടുത്ത് ഇതുപോലെ വിക്രസുകൾ ചെയ്യാനുള്ള എല്ലാ ടൂളുകളുമുണ്ട്. പക്ഷേ അത് വർക്കാവുന്നില്ല. കമ്പി ചൂടാക്കി സുഷിരങ്ങളുണ്ടാക്കി. പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യാൻ കൂടെ കൂട്ടിയ കൊഞ്ചുവുമുണ്ട്. മീനിന് ഭക്ഷണമായ 250 ഗ്രാം മൈദയും വാങ്ങി. നിഷ്കളങ്കരായ ഗ്രാമവാസികൾ അധിവസിക്കുന്ന മനോഹരമായ പുഴയുടെ തീരത്താണ് എൻ്റെ ഭാര്യ വീട്. ആ മനോഹരമായ പുഴയിൽ നിന്ന് മീൻ പിടിക്കാനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമത്തിലെ നിഷ്കളങ്കന്മാരിൽ ഒരു നിഷ്കളങ്കൻ ഭാര്യയുടെ ചേട്ടൻ തന്നെയാണ്. അദ്ദേഹം ആദ്യം തന്നെ പുഴയോരത്തുണ്ട്. അവർക്ക് മീൻ കിട്ടുന്നതിന് മുന്നേ എനിക്ക് മീൻ കിട്ടണമെന്ന വ്യഗ്രതയോടെ ഞാൻ കുപ്പിയിൽ മൈദ നിറച്ചു പുഴയിലിട്ടു. ഒരു പ്രതികരണവുമില്ല. ഞാൻ ആദ്യം മീൻ പിടിക്കുമെന്ന പ്രതീക്ഷയോടെ ഭാര്യ വീണ്ടും മൈദ നിറച്ചു. കൂടെ ആരും കാണാതെ രഹസ്യക്കൂട്ട് പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്തു. പുഴയിലിട്ടു. യാതൊരു പ്രതികരണവുമില്ല. വീണ്ടും മൈദയും പൈനാപ്പിൾ എസൻസും കുപ്പിയിൽ പുഴയിലിട്ടു. യാതൊരു പ്രതികരണവുമില്ല. ഇത്രയും പ്രതികരണശേഷിയില്ലാത്ത മീൻ എന്ന സമൂഹത്തോട് ലജ്ജ തോന്നിയ നിമിഷം എനിക്ക് നല്ല സങ്കടമുണ്ട്. പൈനാപ്പിൾ എസൻസിന് നല്ല വിലയാണ്. വീണ്ടും മൈദ പൈനാപ്പിൾ പുഴയിലിടൽ. ഇതാവർത്തിച്ചു. പ്രതികരണശേഷിയില്ലാത്ത സമൂഹമെന്ന് അവർ വീണ്ടും തെളിയിച്ചു. സ്ഥലം മാറ്റി. മൈദ പൈനാപ്പിൾ എസൻസ് വീണ്ടും പുഴയിൽ. പ്രതികരണമില്ല. ഞങ്ങളെ കണ്ട് കൊഞ്ചിനോട് അയൽക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇപ്പോൾ പണിയൊന്നുമില്ലല്ലേ കെട്ടിയവനെന്ന്. ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ അങ്ങനെ അത് സംഭവിച്ചു. എനിക്ക് ബോധോദയമുണ്ടായി. എന്നെക്കൊണ്ട് പറ്റിയ പണിയല്ല ഈ മീൻപിടുത്തമെന്ന തിരിച്ചറിവ് അവിടെ നിന്നും പോവാൻ എന്നെ പ്രേരിപ്പിച്ചു. ഒരു മീനിൻ്റെയും ജീവൻ അപഹരിക്കാൻ ഞാൻ കാരണക്കാരനല്ലല്ലോ എന്ന സമാധാനത്തോടെ എൻ്റെ കൊഞ്ചുവിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക്.